ശരി, ഇപ്പോൾ ബിജി ഹിലാൽ ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ ബിജി ഹിലാൽ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ബിജി ഹിലാൽ, താങ്കൾ എങ്ങനെയാണ് ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുമായിട്ടും അതുപോലെ തന്നെ മൃദംഗ വിഷൻ എന്ന ഈ കമ്പനിയുമായിട്ടും ആദ്യം സംസാരിക്കാൻ ഇടയായത്? താങ്കളുടെ ആരാണ് ഈ പരിപാടിയിൽ, ഈ കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഈ ഒരു മെഗാ ഇവന്റിൽ പങ്കെടുത്തത്? നമസ്കാരം. എന്റെ മകളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഈ ഇവന്റ് മാനേജ്മെന്റ് കാര്യമായിട്ട് നമുക്ക് നേരിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ഇവന്റ് ഡിസംബറിലേക്ക് വരുന്നുണ്ടെന്നും അതുകൊണ്ട് അതിന് പങ്കെടുക്കാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശ്രമമെന്നും അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസാണ് നടക്കുന്നതെന്നും പറഞ്ഞു. 2000 രൂപയാണ് അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എന്നും പറഞ്ഞു. ആദ്യം നമ്മളോട് അങ്ങനെയാണ് പറയുന്നത്. കേൾക്കാമോ? പറഞ്ഞോളൂ. അപ്പൊ ഈ 2000 രൂപ നമ്മളോട് മാസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 3-4 മാസങ്ങൾക്ക് മുൻപെയാണ് ഈ 2000 രൂപ നമ്മളോട് വാങ്ങുന്നു. നമ്മൾ ഈ കുട്ടികൾ അതിന്റെ പ്രാക്ടീസിലൊക്കെ ഇടയ്ക്ക് പങ്കെടുക്കുന്നു. ചിട്ടപ്പെടുത്തിയ ഗാനം കോറിയോഗ്രാഫി സഹിതം ആദ്യം അയച്ചു തരുന്നു. ഇടയിൽ വെച്ച് അത് മാറ്റി ദിവ്യ ഉണ്ണി മാത്രം ചിട്ടപ്പെടുത്തിയ കോറിയോഗ്രാഫി അയച്ചു തരുന്നു. 8 മിനിറ്റിലേക്ക് ഇതിന്റെ സമയത്തെ നിജപ്പെടുത്തുന്നു. നമ്മളോട് ഇടയിൽ വെച്ച് ഒരു 1600 രൂപയും കൂടെ പിന്നെയും ഇതിന്റെ ആവശ്യത്തിന് അയച്ചു കൊടുക്കണമെന്ന് പറയുന്നു. അപ്പൊ നൃത്ത പരിപാടി നമുക്കറിയാമല്ലോ, വളരെ ചെലവേറിയ ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ അത് നടത്തുന്ന ഒരു അധ്യാപകരോടൊക്കെ ഇപ്പോഴും നമുക്ക് ഒരു വിശ്വാസക്കുറവുമില്ല. അവരോട്, അതായത് നൃത്തം വിദ്യാലയത്തിനോട് യാതൊരു പരിഭവമോ പരാതിയോ ഇല്ല. അവര് കൃത്യമായി നമുക്ക് അതിന്റെ രേഖകള് നമ്മളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരോട് വാങ്ങിയ, കുട്ടികളോടായിട്ട് വാങ്ങിയത് 2 ഘട്ടമായിട്ട് 3600, 2500, 1600 ആണ് 2 ഘട്ടമായിട്ട് വാങ്ങിയത്. ഇതിൽ വാങ്ങുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ, കുട്ടികൾ പരിപാടിക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണമെങ്കിലും അവർ മിനിമം എന്തെങ്കിലും കൊടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പിന്നിലെ വേറൊരു വശം ചിന്തിക്കാൻ ഇടയായത് ഇന്നലെ നടന്ന സുരക്ഷാ വീഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ്. ഇത്രയും രൂപ നമ്മളോട് മേടിച്ചിട്ട് പോലും ഒരു സുരക്ഷ ഒരുക്കുന്നതിലുള്ള ഇവരുടെ പാളിച്ചകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നതും അത് ഒരു ചർച്ച എന്നുള്ള നിലയിൽ ഞാനത് ഷെയർ ചെയ്തതും. അപ്പൊ കുട്ടികളോട് നേരിട്ട് വാങ്ങിയ ഈ കുട്ടികളോട് അധ്യാപകർ മുഖേന അല്ലെങ്കിൽ നൃത്ത വിദ്യാലയങ്ങൾ മുഖേന വാങ്ങിയിട്ടുള്ള പണത്തിന് പോലും കൃത്യമായ രേഖകൾ ഇവർ കൊടുത്തിട്ടില്ല. അതായത് ഒരു രേഖയും അവരുടെ കയ്യിൽ പോലും ഇല്ല. പിന്നെ പല നൃത്ത അധ്യാപകരും പിന്നെ രക്ഷിതാക്കളും ഒക്കെ ഇത് തുറന്നു പറയുന്നതിൽ ഭയമുണ്ട്. എന്തിനാണോ ഭയം എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും അത് അവര് പുറത്ത് പറയുന്നതിനോ ഇത് കാണിക്കാനോ ഒക്കെ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. ശ്രീമതി ബിജി, ഇതൊരു സർക്കാരിന്റെ പരിപാടി എന്ന രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഇവർ പറഞ്ഞിരുന്നോ ഇത് സർക്കാർ പരിപാടിയാണ് എന്ന്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അത് ശരിക്കും പറഞ്ഞാല് വ്യക്തിപരമായ ആണെന്ന് വേണമെങ്കിലും നമ്മളത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു, പേരന്റ് എന്ന നിലയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ താങ്കൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ കേരളത്തിൽ ഒരു നൃത്ത പരിപാടികൾ എന്ന് പറഞ്ഞത് പുതിയൊരു പരിപാടിയൊന്നുമല്ല. ഗിന്നസ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കാം. എങ്കിൽ പോലും നൃത്തം എന്ന് പറയുന്നത് പല ആവിഷ്കാര ഭാവങ്ങളിലും നമ്മുടെ ഇവിടെ പല കമ്പനികളും ഗിന്നസ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ളതും ആദ്യമൊന്നും അല്ല എന്ന് തോന്നുന്നു. അല്ല, അങ്ങനെ ആദ്യമായിട്ടല്ല. പലതരത്തിലും ഇങ്ങനെ മെഗാ ഇവന്റുകൾ നടത്താറുണ്ട്, എന്നിട്ട് അത് ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാറുമുണ്ട്. അത് നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. ഓക്കെ, നൃത്തത്തിന് വേണ്ടി ഇങ്ങനെ ഒരു എന്റെ അതെ, ഭരതനാട്യം എന്നുള്ള ഇതിൽ ഇങ്ങനെ വന്നു. അപ്പൊ നമ്മൾ അതിലൊരു സംശയ ദൃഷ്ടിയോടെ ഇതിനെ ഞാൻ കണ്ടില്ല, കാണേണ്ട ഒരു സാഹചര്യം വന്നില്ല. പക്ഷേ ഇന്നലെയാണ് ഈ കുട്ടികളെ, അതായത് ഇപ്പൊ എറണാകുളത്ത് നിന്നുള്ള ഒരു കുട്ടി ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്നത് ഏകദേശം 9 മണിയോടുകൂടിയാണ്. ഈ കുട്ടി വീട്ടിലെത്തുന്നത് രാത്രി 11:30-ക്കാണ്. ഈ ബ്ലോക്കിൽ പെട്ടിട്ട്, സാധാരണ അറിയാമല്ലോ, ഇപ്പം കലൂർ സ്റ്റേഡിയത്തിൽ ISLന്റെ ഒരു പരിപാടി ആയിക്കോട്ടെ, എന്ത് പരിപാടി ആയിക്കോട്ടെ, കൃത്യമായ ഗതാഗത നിയന്ത്രണം അതിലുണ്ടായിരിക്കുന്നതാണ്. ഇത് യാതൊരു ഗതാഗത നിയന്ത്രണവും ഇല്ല. കുട്ടികളൊക്കെ 4 മണിക്കൂറാണ് പരിപാടി കഴിഞ്ഞ് ബസ്സിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ ഗുരുതരമായ വീഴ്ചകൾ വന്നിട്ടുണ്ട്. മാത്രമല്ല, പണപ്പിരിവെന്ന് പറഞ്ഞ് നടത്തിയതിൽ ഞാനും പല വിഭാഗങ്ങളിലും അന്വേഷിക്കുമ്പോൾ ഇതിനൊന്നും വ്യക്തമായ ഒരു പേപ്പർ വർക്കുകളുമില്ല. ഈ ഒരു നൃത്ത ഇവന്റ് നടത്തുവാനായിട്ട് വലിയ ചെലവുണ്ട്, നൃത്ത മത്സരങ്ങളിലും ഒക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ സംശയം വരുന്നത് ഇവർക്ക് വലിയൊരു സ്പോൺസർഷിപ്പും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പങ്കെടുക്കുന്ന ഈ 12,000-ഓളം കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും ഒക്കെ ഉണ്ടല്ലോ ഈ അവിടെ ഡാൻസ് ചെയ്യാൻ പോയവരിൽ, ഭരതനാട്യം കളിക്കാൻ പോയവരിൽ. അപ്പോൾ അങ്ങനെ പോയവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടില്ലല്ലോ. പക്ഷെ അങ്ങനെ കിട്ടുമെന്ന് തെറ്റിദ്ധരിപ്പിച്ചിരുന്നോ?
തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഇപ്പൊ എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാല് ഇതിൽ 12,000 പേരിൽ അധികം ഉണ്ടായിരുന്നോ നമുക്കറിയോ? നമ്മൾ എണ്ണിയോ? 12,000 എന്ന് ഇവര് പറയുന്നു. 12,000 അധികം ഉണ്ടായിരുന്നോ? അങ്ങനെയെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് പങ്കെടുക്കുന്നവര് 4,500 രൂപയാണ് കൊടുക്കേണ്ടത്. അതായത് ഡാൻസ് ഗ്രൂപ്പിൽ നിന്ന് വരികയാണെങ്കിൽ കുറവാണ്, 8,000 വരെ വാങ്ങിയവരുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതെ അതെ, ഇവര് GST എന്ന് കാണിക്കുമ്പോഴും നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ പരിപാടി പോലും ഇപ്പൊ നമ്മൾ ഒരു ചെറിയ സാധനം പോലും മേടിച്ചാലും നമുക്കതിൽ GST യെ കുറിച്ച് വ്യക്തമായ ഒരു അറിയിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് എത്ര മുടക്കി എന്നുള്ളത് അതിൽ കാണിച്ചിരിക്കുമല്ലോ. അപ്പൊ ഇത്രയും കൃത്യമായി GST വകുപ്പും ഇവിടെ ഇതെല്ലാം ഉള്ളപ്പോ എനിക്കറിയില്ല, അതായത് ഒരു വെർച്വൽ കമ്പനി എന്ന് വേണം ഇതിനെ നമുക്ക് പറയാം, ഒരു വെർച്വൽ കമ്പനി എന്നുള്ള നിലയ്ക്ക് ഇത് എങ്ങനെ ഇത്രത്തോളം പേരെ സ്വാധീനിച്ചുകൊണ്ട് ഇവർക്ക് ഈ പരിപാടി തട്ടിപ്പുകാർ ചെയ്യുന്നതാണല്ലോ ശ്രീമതി ബിജി. അതുപോലെ നിങ്ങൾക്ക് ഒരിക്കലും സംശയം ഉണ്ടായിരുന്നില്ല അല്ലേ ഈ കമ്പനി ഏതാണ് എന്ന് അന്വേഷിക്കാനോ ഒക്കെ? അതിന് കാരണം ദിവ്യ ഉണ്ണി മുന്നിലുണ്ടായിരുന്നത് കൊണ്ടാണോ? ദിവ്യ ഉണ്ണി മുന്നിലെടുത്ത ഇതിനകത്ത് നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പ് ദിവ്യ ഉണ്ണി എയർപോർട്ടിൽ ഇവര് ഈ ഇതിന് വേണ്ടിയിട്ട് കല്യാൺ സിൽക്സ് ഡിസൈൻ ചെയ്തു എന്ന് പറയുന്ന പട്ട് സാരി എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാട്ടോ. അതൊരു സിന്തറ്റിക് സാരിയാണ് ആക്ച്വലി. വൺസ് യൂസ് ത്രോ എന്നുള്ള ഒരു സാരിയാണ് അത്. അതിന്റെ മെറ്റീരിയൽ ഒന്നും ഒട്ടും കൊള്ളില്ല, വളരെ മോശം ഒരു സാധനമാണ്. ഈ പട്ടുസാരിയുടെ കാര്യം അത് നിങ്ങളോട് പറഞ്ഞിരുന്നോ നൃത്തത്തിൽ പങ്കെടുക്കുമ്പോൾ ഈ പട്ടുസാരിയാണ് തരാൻ പോകുന്നത് എന്ന കോസ്റ്റ്യൂമായിട്ട്? കല്യാൺ സിൽക്സ് പ്രത്യേകമായി നെയ്തെടുത്ത ഒരു സാരിയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതേ സാരിയിൽ എന്റെ മോളൊക്കെ ഇത് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ദിവ്യ ഉണ്ണി ഈ പറയുന്ന പോലെ ഇതേ സാരി ഉടുത്തുകൊണ്ട് പിന്നെ എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. എന്നിട്ട് ഇവര് പിന്നെ ഇങ്ങനെ 12,000 പേരെ പ്രതിനിധീകരിച്ചുകൊണ്ട് വലിയ പരിപാടി നടക്കാണ്, ഞാൻ അതിനുവേണ്ടിയാണ് വന്നതെന്ന് ഇവര് പറയുന്നു. റീൽസ് വളരെ ഫേമസ് ആയിരുന്നു അല്ലേ? റീൽസ് വളരെ ഫേമസ് ആയിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിലൊക്കെ ഒരു കേരളം പോലെ ഒരു സംസ്ഥാനത്തില് ഈ പറയുന്നത് പോലെ ഒരു ദിവ്യ ഉണ്ണിയെ പോലെ നർത്തകിയായ ഒരാൾ വന്നിട്ട് ഇതിന്റെയൊക്കെ പിന്നില് ഇത്രത്തോളം സംശയത്തിനുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിമർശനപരമായിട്ട് പറയാം, കുറച്ചും കൂടെ ഒക്കെ ഇതൊന്ന് അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ആയിരുന്നു. പക്ഷെ സംശയത്തിന് ഇട നൽകുന്ന ഒന്നും അവിടെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിരുന്നില്ല. ഇന്നലെ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ ഒരു പന്തുകളി നടക്കുമ്പോൾ കിട്ടുന്ന സ്റ്റേജിന് ഇതിലും ഉറപ്പുണ്ടായിരിക്കും എന്ന് പറയാം. വേണേ കാണികൾക്ക് അല്ലെങ്കിൽ വിശിഷ്ടാതിഥികൾക്ക് ഇരിക്കാനോ ഒരു ട്രോഫി വെക്കുന്നതിന്റെ അത്രയും പോലും ബലമില്ലാതെ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അത് നേരിൽ കാണുകയും കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇത് സത്യത്തില് ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിൽ തോന്നുന്നത്. ഇത്രയും പണം ഇവരെന്ത് ചെയ്തു? 4 കോടിയിലധികം രൂപ ഇവർ പിരിച്ചത് കൂടാതെ ബുക്ക് മൈ ഷോയിലോടുകൂടി അവര് ടിക്കറ്റ് പിരിച്ചിരുന്നു അവിടെ കാണികൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഈ പറയുന്ന ഈ ഷമീർ അബ്ദുൾ റഹീം എന്തോ ആണ് അയാളുടെ സിഇഒയുടെ പേര്. അയാളുടെ ഫേസ്ബുക്കിൽ കുറെ ദിവസങ്ങളായിട്ട് ഇതിന്റെ ടിക്കറ്റ് വിൽപ്പനയുടെ പരസ്യം പോലെ അയാൾ അതിനെ ചെയ്യുന്നുണ്ടായിരുന്നു. മൃദംഗ വിഷൻ അല്ലേ? മൃദംഗ വിഷൻകാരുടെ അതെ. പക്ഷെ അതൊരു വയനാട്ടിലെ കണ്ട ഒരു ഒറ്റമുറി ഓഫീസാണ് അവർക്കുള്ളത്. അതെ അതെ അതെ. പക്ഷെ നിങ്ങൾ അന്നത് അന്വേഷിച്ചില്ല, കാരണം അന്നൊരു സംശയം ഉണ്ടായില്ലല്ലോ അല്ലെ? ഇല്ല, സംശയം ഉണ്ടായില്ല. കാര്യം സത്യത്തിൽ നമ്മളുടെ ഒരു മൃദംഗനാഥം എന്ന് പറയുന്ന ഒരു പരിപാടി, ആ മൃദംഗനാഥം നടത്തുന്നത് ഈ പറയുന്ന മൃദംഗ വിഷനാണെന്നും ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പേപ്പർ കമ്പനി ആണെന്നും തോന്നുന്ന രീതിയിലുള്ളത് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്? അങ്ങനെ തോന്നിയില്ല. പക്ഷേ ഇന്നലെ അത് ഞാൻ സെർച്ച് ചെയ്തു. കാര്യം ഇവരുടെ ഒരു ലിങ്ക്, മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഒരു ലിങ്കിലൂടെയാണ് ഇതിന്റെ ലൈവ് പരിപാടി നടന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി ഞാൻ നോക്കുമ്പോഴാണ് ഇവരുടെ ഈ ഗിന്നസ് റെക്കോർഡിലൊക്കെയുള്ള വ്യക്തമായ ഇവരുടെ പേരുകളൊക്കെ കണ്ടപ്പോഴാണ് ഇതിനകത്ത് നമ്മൾ പറ്റിക്കപ്പെട്ടോ, നമുക്ക് ചതിയെന്നാണോ അത് പറയുന്നത്, നമ്മളൊക്കെ പറ്റിക്കപ്പെട്ടോ. എന്താണ് അങ്ങനെ സംശയം? എന്താണ് വ്യക്തമായ പേരെന്ന് പറയുമ്പോൾ? ആരാണ്? അല്ല, ഈ പേര് കണ്ടപ്പോഴാണ് അങ്ങനെ തോന്നിയത് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്നത് ഒരു മാഗസിൻ ആണ് ആക്ച്വലി. ആ മാഗസിൻ ആണെന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ എന്റെ അറിവുകൾ പിന്നെ തെറ്റായ ഞാൻ അന്വേഷിച്ചപ്പോ എനിക്ക് വ്യക്തിപരമായി കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതില് ഈ പറയുന്നത് പോലെ അവർക്കാണ് ഈ ഗിന്നസ് റെക്കോർഡ് കിട്ടുക, അല്ലാതെ കേരളത്തിനൊന്നും അല്ല. കേരളത്തിന് കേരളത്തിന്റെ ഗിന്നസ് റെക്കോർഡ് എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അതിപ്പോ നൃത്ത അധ്യാപകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരോട് സംഘാടകർ അങ്ങനെ ആയിരിക്കാം പറഞ്ഞത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ദിവ്യ ഉണ്ണി ഇതിനകത്ത് അവരും പറ്റിക്കപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്?
നമുക്കറിയില്ല. അവരിതിന്റെ മുന്നിലുണ്ടായിരുന്നുവല്ലോ, മാസങ്ങളോളം ഇവരുണ്ടായിട്ട്. ഇപ്പൊ ഒരു കമ്പനിയുടെ ഞാൻ വ്യക്തിപരമായി പറഞ്ഞാൽ നമുക്കും കമ്പനി ഉള്ളതാണ്, ഡിൻ ഉള്ള ആളാണ്. നമ്മൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആശങ്ക. ഇന്നത്തെ ഗവൺമെന്റിന്റെ പല നിയമങ്ങളും, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് നിയമങ്ങളെല്ലാം വളരെ ശക്തമാണ്. ഒരു കമ്പനി ഡിന്ന് ഒരാൾ അത് മാനേജ് ചെയ്യുന്നു, അതിന്റെ ഫയലിംഗ് കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയ ഒരു കാലഘട്ടത്തില് നമ്മൾ ഇടപെടുന്ന ഒരു കമ്പനി എത്രത്തോളം ശരിയാണെന്ന് നോക്കുന്നതിനുള്ള എന്തെല്ലാം വകുപ്പുകൾ ഇപ്പോൾ ഉണ്ട്. അങ്ങനെയെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് അത് നോക്കരുതായിരുന്നോ? അവരും ഇതില് ഈ പറയുന്നത് പോലെ വളരെ ഇതായിട്ട് ഇതിനെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിലേക്ക് അവിടെ വരുമ്പോൾ അവരും ഇതിന്റെ ഒരു വിശ്വാസ്യതയും സത്യസന്ധതയും ഒക്കെ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നാണ് ശരിയാണ്. തീർച്ചയായിട്ടും നോക്കേണ്ടതാണ്. അവർ സെലിബ്രിറ്റിയാണ്, മാത്രമല്ല അവരാണ് ഇത് മുന്നിൽ നിന്ന് നയിച്ചത്. അവരുടെ പേരിലായിരിക്കുമല്ലോ കൂടുതൽ ആളുകളും ഈ ഒരു ഇവന്റിലേക്ക് വന്നതും. ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇപ്പോൾ നമ്മളോടൊപ്പമുള്ള അരുൺദേവ് എന്ന ഒരാളുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ ഇതിനെതിരെ പരാതി നൽകിയതാണ്. മാത്രമല്ല താങ്കളെ പോലെ ഇതിനകത്ത് കുട്ടികളെ അയച്ചവരും പിന്നെ നേരിട്ട് പങ്കെടുത്തവരുമായ പരമാവധി ആളുകളെ അദ്ദേഹം ടെലിഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു ആശയവിനിമയം നടന്നിട്ടില്ല തോന്നുന്നു. അരുൺദേവ് എന്നുള്ള ആളുമായി സംസാരിച്ചിരുന്നോ ബിജി? ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴും അവര് പക്ഷെ വിശ്വാസത്തിലെടുത്തില്ല. അതായിരുന്നു പ്രശ്നമായത്. കാരണം ഒരു സംശയവും തോന്നാത്ത വിധമായിരുന്നു ഇതെല്ലാം, അല്ലേ? ഇല്ല നമുക്കൊരു സംശയവും തോന്നിയിരുന്നില്ല. പക്ഷെ ഇനിയിപ്പോ നമ്മൾ എന്തിനാണ് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ വന്ന് ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ പിന്നെ ഈ അവസരം നമ്മൾ അതിന് ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ അതിന്റെ പേര് ആ കമ്പനിയുടെ എന്തായിരുന്നു ആ കമ്പനിയുടെ കമ്പനിയുടെ ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരല്ല യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ, അല്ലേ? ഇല്ല, ഞാൻ ചോദിക്കുന്നത് മൃദംഗയല്ല, മൃദംഗ ഇവന്റ്സ് അല്ലല്ലോ, വേറൊരു പേരാണ് പറഞ്ഞത്. ഓസ്കർ ഇവന്റ്സ് എന്നൊരു കമ്പനിയുടെ ആളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരല്ല ശരിക്കും മൃദംഗ വിഷന്റെ ആളെയല്ലേ പിടികൂടേണ്ടത്, അല്ലേ? അതെ. എന്താ അവരൊക്കെ എവിടെ? എന്തുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർക്കെതിരെ പോലും വരാത്ത? എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒക്കെ. അത് മാത്രമല്ല മന്ത്രി പോലും പങ്കെടുത്തൊരു ചടങ്ങാണത്. മന്ത്രി പോലും പങ്കെടുത്ത ചടങ്ങിൽ ഇപ്പോഴും മന്ത്രി എന്താണ് പറയുന്നത്? സംഘാടനത്തിൽ പിഴവില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിച്ചത്? അതായത് ആ സുരക്ഷാ പാലിച്ച് മാത്രമേ മന്ത്രി പറയുന്നുള്ളൂ. അത് സംഘാടനം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരിപാടിയുടെ ആസൂത്രണം തൊട്ട് സംഘാടനം തന്നെയാണ്. അത് ഏറ്റവും ഭംഗിയായി നടത്തി തീരുമ്പോഴല്ലേ അതിലെ പിഴവ് ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നന്ദി. താങ്കൾ പരാതി കൊടുക്കുന്നുണ്ടോ? താങ്കൾ പരാതി കൊടുത്തിട്ടുണ്ടോ പോലീസിൽ? ആലോചിച്ചിട്ടില്ല. അങ്ങനെയും പോലീസ് പറഞ്ഞിരുന്നു. കമ്മീഷണർ പറഞ്ഞ അതാണ്, പരാതി വന്നിട്ടില്ല എന്നാണ്. ഞാൻ അങ്ങനെ അതിൽ ആലോചിച്ചിട്ടില്ല. കാര്യം ഇതൊരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ശരി, നന്ദി ശ്രീമതി ബിജി ഹിലാൽ ഇത്രയും സമയം സംസാരിച്ചതിന്. ബിജി നേരിട്ട് സ്റ്റുഡിയോയിൽ വരാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് അവർക്ക് ടെലിഫോണിൽ സംസാരിക്കാനേ കഴിഞ്ഞുള്ളൂ.